ഇപ്പോൾ കരൂർ ദുരന്തവുമായി ബന്ധപ്പെട്ട് നടനും ടി.വി.കെ നേതാവുമായ വിജയ് ഇന്ന് ഡൽഹിയിലെ CBI ചോദ്യം ചെയ്യലിന് ഹാജരാകും. ചോദ്യം ചെയ്യലിനായി വിജയ് ഡൽഹിയിലേക്ക് തിരിച്ചിട്ടുണ്ട്. കരൂരിലെ ടി.വി.കെ സമ്മേളനത്തിനിടെ തിക്കിലും തിരക്കിലും പെട്ട് കുട്ടികളടക്കം 41 പേർക്കാണ് ജീവൻ നഷ്ടമായത്. സജു തോമസ് ഉണ്ട് വിവരങ്ങൾ നൽകാൻ. സജു, വിജയ് എപ്പോഴാണ് അവിടെ എത്തുന്നത്? ചോദ്യം ചെയ്യലിലൂടെ CBI ഉദ്ദേശിക്കുന്നത് എന്താണ്? അപ്പോൾ ഇന്ന് എന്തായാലും 10 മണിയോട് കൂടി അദ്ദേഹം എത്തുമെന്നാണ് ഇപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇന്ന് നടൻ വിജയ്ക്കും ഒപ്പം തന്നെ ടി.വി.കെക്കും ഏറെ നിർണായകമായിട്ടുള്ള ദിവസമാണ്. പ്രത്യേകിച്ച് CBI ആസ്ഥാനത്തെ അദ്ദേഹത്തെ ചോദ്യം ചെയ്യാനായി വിളിപ്പിച്ചിരിക്കുന്നത്. ടി.വി.കെയുടെ ആവശ്യപ്രകാരം തന്നെയാണ് CBI, അതായത് സുപ്രീം കോടതി CBI അന്വേഷണത്തിന് ഉത്തരവിട്ടത്. 41 പേരുടെ മരണത്തിനിടയാക്കിയ ദുരന്തവുമായി ബന്ധപ്പെട്ട് വലിയ തോതിൽ വിമർശനങ്ങൾ ഉയർന്നിരുന്നു. പ്രത്യേകിച്ച് DMK-ക്കെതിരെ പോലും വലിയ വിമർശനങ്ങൾ ഉയർന്നിരുന്നു. അതായത് DMK എന്തുകൊണ്ടാണ് ഈ ഒരു സ്ഥലം ഇത്തരത്തിൽ സമ്മേളനത്തിന് വേണ്ടി അനുവദിച്ചത്? വേറെ ഒരു പാർട്ടിക്കും ഇത്തരത്തിലുള്ള രാഷ്ട്രീയ സമ്മേളനങ്ങൾക്ക് അനുവദിക്കാത്ത ഈ സ്ഥലം എന്തുകൊണ്ട് ടി.വി.കെക്ക് അനുവദിച്ചു? അത്തരത്തിലുള്ള വലിയ വിമർശനങ്ങൾ DMK-ക്ക് പോലും ഉണ്ടായിരുന്നു. ഈ സാഹചര്യത്തിലാണ് വലിയ ഒരു സംഭവം അവിടെ ഉണ്ടായത്. 41 പേർ, കുട്ടികളടക്കം 41 പേർക്കാണ് ജീവൻ നഷ്ടമായത് കരൂർ ദുരന്തവുമായി ബന്ധപ്പെട്ട്. അതിലാണ് CBI അന്വേഷണം ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. CBI നേരത്തെ തന്നെ ടി.വി.കെയുടെ മുതിർന്ന നേതാക്കളെ അടക്കം ചോദ്യം ചെയ്തിരുന്നു. അതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ വിജയെ ചോദ്യം ചെയ്യാൻ വേണ്ടി CBI ആസ്ഥാനത്തേക്ക് വിളിച്ചിരിക്കുന്നത്. അദ്ദേഹം 8 മണിയോട് കൂടിയാണ് ചെന്നൈ എയർപോർട്ടിൽ നിന്നും പ്രത്യേക വിമാനത്തിൽ പുറപ്പെട്ടത്. 10 മണിക്ക് ശേഷം അദ്ദേഹം ഡൽഹി വിമാനത്താവളത്തിൽ ഇറങ്ങിയതിനു ശേഷം 11 മണിക്കായിരിക്കും അദ്ദേഹം CBI ആസ്ഥാനത്തേക്ക് ഹാജരാകുക. പ്രത്യേകിച്ച് ഈ ദുരന്തവുമായി ബന്ധപ്പെട്ട്, കരൂർ ദുരന്തവുമായി ബന്ധപ്പെട്ട് വിജയിൽ നിന്നും ചില കാര്യങ്ങൾ ചോദിച്ചറിയാറുണ്ട്. പ്രത്യേകിച്ച് ഇനിയിപ്പോൾ തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത്. പ്രഖ്യാപനം ഉടൻ തന്നെ ഉണ്ടാകും. അതിന് മുൻപായിട്ട് ടി.വി.കെക്ക് ഏറെ നിർണായകമായിട്ടുള്ള സംഭവമാണിത്. അതുകൊണ്ട് തന്നെ വിജയ്ക്ക് എതിരെ എന്താണ് CBIയുടെ നിലപാടെന്നുള്ളത് ഇന്നത്തെ ചോദ്യം ചെയ്യാൻ വിശദമാകും.